നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിലിനെ അനുകൂലമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രാഹുൽ മങ്കൂട്ടത്തിൽ MLA വളഞ്ഞിട്ട് ആക്രമിക്കും തോറും വീര്യം കൂടുന്നൊരുത്തൻ, ഒറ്റതിരിഞ്ഞ് ആക്രമിക്കും തോറും ജനം ചേർത്ത് പിടിക്കുന്നൊരുത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിലിനോട് ജനങ്ങൾ കാണിക്കുന്ന സ്നേഹം, അതിൻ്റെ ഒരു വീഡിയോ ആണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. പാലക്കാട് പുതിയ വിവാദങ്ങൾ ഉടലെടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഷാഫി പറമ്പിൽ അനുകൂലമായ ഒരു പോസ്റ്റുമായി രാഹുൽ മങ്കൂട്ടത്തിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, പാലക്കാട് നഗരസഭാ കൗൺസിലർക്കെതിരെ ദളിത് യുവതി ലൈംഗിക പീഡന പരാതി നൽകിയിരുന്നു. നഗരസഭ 24-ാം വാർഡ് കൗൺസിലർ പ്രശോഭ് സി വത്സനെതിരെയാണ് യുവതിയുടെ പീഡന പരാതി. ഭീഷണിപ്പെടുത്തിയ യുവതിയെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി തുടരെ പീഡിപ്പിക്കുകയായിരുന്നു. ആക്രമണം ഭയന്ന് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തി. ഷാഫി പറമ്പിൽ MP തന്റെ ആശാനാണെന്നും MLA-മാർ MP-മാർ തുടങ്ങിയവരുമായി അടുത്ത ബന്ധമുണ്ടെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറഞ്ഞു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് യുവതി പരാതി നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഷാഫി പറമ്പിലിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണമൊക്കെ ശക്തമാകുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രശോഭ് വത്സൻ ഷാഫി പറമ്പിലിനെ പറ്റി പറഞ്ഞതും ഷാഫി പറമ്പിലും പ്രശോഭ് വത്സനും തമ്മിലുള്ള ഫോട്ടോയൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഷാഫിക്കെതിരെ ആക്രമണം കടുക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഷാഫി പറമ്പിലിനെ അനുകൂലിച്ച് രാഹുൽ മങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് രമേശ് പിഷാരടിയുടെ പ്രതികരണത്തിലേക്കാണ്. ഈ ഒരു പുതിയ ആരോപണം പാലക്കാട് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന ചോദ്യം പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയോട് ഉന്നയിക്കപ്പെട്ടു. രമേശ് പിഷാരടി അതിന് നൽകിയ മറുപടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പുതിയ ആരോപണം അത് പാർട്ടിയെ ബാധിക്കുമോ എന്ന ചോദ്യമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ചൂഷണം ചെയ്യപ്പെട്ട പെൺകുട്ടിക്ക് നീതി കിട്ടണമെന്നാണ് രമേശ് പിഷാരടിയുടെ പ്രതികരണം. പോലീസും സിസ്റ്റവും അതിനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കണമെന്നും പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി പ്രതികരിച്ചു. പാലക്കാട് മണ്ഡലത്തിലെ പ്രവർത്തകൻ എന്ന നിലയിൽ പ്രശോഭ് പ്രചരണത്തിന് വന്നിരുന്നു. പക്ഷേ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടില്ല. ഖേദകരമായ വാർത്തയാണ് അദ്ദേഹത്തെ പറ്റി പുറത്തു വന്നിരിക്കുന്നത്. ഒരു വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം വോട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജനം നോക്കുമെന്ന് തോന്നുന്നില്ല എന്നാണ് രമേശ് പിഷാരടി പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ലൈംഗിക അതിക്രമ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ പ്രശോഭ് വത്സനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് പുറത്താക്കിയത്. പ്രശോഭിനെതിരായ ലൈംഗിക അതിക്രമ പരാതി തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കെ പാർട്ടിക്കും മുന്നണിക്കും വലിയ രീതിയിലുള്ള ദോഷമുണ്ടാക്കിയെന്നാണ് നിലവിൽ കോൺഗ്രസ് എത്തിയിരിക്കുന്ന വിലയിരുത്തൽ. പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡ് കൗൺസിലറാണ് പ്രശോഭ് സി വത്സൻ. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം നിരവധി തവണ പീഡിപ്പിച്ചെന്ന് കാണിച്ച് ദളിത് യുവതിയാണ് പ്രശോഭിനെതിരെ ആരോപണവുമായി പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലൊരു ആരോപണം വരും. പ്രത്യേകിച്ച് പാലക്കാട് നമുക്കറിയാം, രാഹുൽ മങ്കൂട്ടത്തിൽ MLA-യുമായി ബന്ധപ്പെട്ടുള്ള ലൈംഗിക പീഡന ആരോപണം, അതുണ്ടാക്കിയ പ്രതിഷേധം, അതുപോലെ തന്നെ അതുണ്ടാക്കിയ വിവാദം ഒന്നും കെട്ടടങ്ങിയിട്ടില്ല. അതിനിടയിലാണ് അതേ പാലക്കാട് തന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു യുവതി പീഡിപ്പിക്കപ്പെട്ടു, ഒരു നേതാവിനെതിരെ പരാതിയുമായി രംഗത്ത് വരുന്നത്. പീഡനത്തെ തുടർന്ന് ഗർഭിണിയായെന്നും ഇതറിഞ്ഞതോടെ ഗർഭചിത്രത്തിനുള്ള മരുന്ന് കഴിക്കാൻ നിർബന്ധിച്ചെന്നുമാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ജോലിയുടെ അഭിമുഖത്തിനായി പട്ടാമ്പിയിലെ വ്യാപാര സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കാറിൽ കയറ്റി. അതിനുശേഷമാണ് തന്നെ പീഡിപ്പിച്ചതെന്നാണ് യുവതിയുടെ ആരോപണം. പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് സമീപത്ത് വെച്ച് രണ്ടാമത് പീഡിപ്പിച്ചു. ഭീഷണിപ്പെടുത്തി ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ആക്രമണം ഭയന്ന് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തി. ഷാഫി പറമ്പിൽ MP തന്റെ ആശാനാണെന്നും MLA-മാർ MP-മാർ തുടങ്ങിയവരുമായി അടുത്ത ബന്ധമുണ്ടെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറഞ്ഞു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്കും യുവതി പരാതി നൽകിയിരിക്കുകയാണ്. പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് സി വത്സനെതിരെയാണ് ഇത്തരത്തിലൊരു പീഡന പരാതി ഉയർന്നിരിക്കുന്നത്. എന്തായാലും ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം പലയിടങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് ഇത്തരത്തിലൊരു ആരോപണം. പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡിലെ കോൺഗ്രസ് കൗൺസിലറാണ് പ്രശോഭിനെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ശക്തമായിരിക്കുന്നത്. യുവതി മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യുവതിയുടെ കയ്യിൽ തെളിവായി ദൃശ്യങ്ങളുണ്ട്. പാലക്കാട്ടെ ഒരു ഹോട്ടലിലേക്ക് ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയത്. ആക്രമിക്കപ്പെടുമെന്ന ഭയം കാരണമാണ് ദൃശ്യങ്ങൾ പകർത്തിയത് എന്നാണ് യുവതി പറയുന്നത്. തുടർന്നും ഭീഷണിപ്പെടുത്തി പീഡനം തുടർന്നതോടെ പരാതി അല്ലാതെ മറ്റു വഴിയില്ലെന്ന് മനസ്സിലാക്കി. ഇതോടെ മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. സംഭവത്തിന് പിന്നാലെ പ്രശാന്ത് ഒളിവിലാണ്. ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പാലക്കാട് MLA രാഹുൽ മങ്കൂട്ടത്തിൻ്റെ അനുയായി കൂടിയാണ് പ്രശോഭ് എന്ന ഒരു വിവരവും കൂടി, വസ്തുത കൂടി ഈ ഒരു പുതിയ സംഭവത്തിനൊരു മറ്റൊരു വിവാദ തലത്തിലേക്ക് പോകാനുള്ള ഒരു ആക്കം കൂട്ടുകയാണ്. പ്രത്യേകിച്ച് രാഹുലുമായി വലിയൊരു ബന്ധം ഈ കേസിനുണ്ട്. അതായത് ലൈംഗിക പീഡന പരാതിക്കിടെ രാഹുൽ മങ്കൂട്ടത്തിൽ ഒളിവിലായിരുന്നു ഒരുപാട് ദിവസം. പോലീസ് അരിച്ചിട്ട് പെറുക്കി അന്വേഷിക്കുന്നു. പക്ഷെ രാഹുലിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഒരിടത്ത് ഉണ്ട് എന്ന് വിവരം അറിഞ്ഞ് അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് രാഹുൽ
രക്ഷപ്പെടുന്നു. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് ഈ കേസിൽ ഒളിവിൽ പോയതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്നെ കാണുന്നത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെയാണ്. അത്തരത്തിൽ വോട്ട് ചെയ്യാനെത്തി പ്രക്ഷോഭിന് വേണ്ടി വോട്ട് ചെയ്യാനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് എത്തിയത്. എന്തായാലും ഈ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രക്ഷോഭിന് വോട്ട് ചെയ്യാനാണ് പാലക്കാട് തിരിച്ചെത്തിയത്. അതുകൊണ്ട് തന്നെ വിവാദം വലിയ രീതിയിൽ കടുക്കുകയാണ്. പാലക്കാട് തിരിച്ചെത്തിയ രാഹുലിനെ ആദ്യം ചെന്ന് കണ്ടതും സ്വീകരിച്ചതും പ്രക്ഷോഭിന്റെ നേതൃത്വത്തിലായിരുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവത്തിൽ സംഭവിച്ചതുപോലെ തന്നെ പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് സി വത്സനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടി തടിതപ്പിയിരിക്കുകയാണ്. ലൈംഗിക പീഡന പരാതി ഉയർന്നതിനെ തുടർന്ന് ഉടൻ തന്നെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. DCC പ്രസിഡന്റ് A തങ്കപ്പനാണ് നടപടി പ്രഖ്യാപിച്ചത്. KPCC നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ കടന്നത്. ധാർമ്മികത ഉണ്ടെങ്കിൽ കൗൺസിലറുടെ സ്ഥാനം രാജിവെക്കണമെന്ന് DCC പ്രസിഡന്റ് ആവശ്യപ്പെടുകയായിരുന്നു. മറ്റു പാർട്ടിക്കാർ കൂടി ഈ ധാർമ്മികത കാണിക്കട്ടെ എന്നും ഇത് തിരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുമെന്ന് കരുതുന്നില്ല എന്നുമായിരുന്നു DCC പ്രസിഡന്റ് പറഞ്ഞത്. എന്തായാലും കോൺഗ്രസ് കൗൺസിലർക്കെതിരായ പീഡന പരാതിയിൽ അന്വേഷണം ശക്തമാക്കുകയാണ് പോലീസ്. പരാതിക്കാരിയായ യുവതിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. നിലവിൽ പ്രക്ഷോഭ് ഒളിവിലാണ്. കോൺഗ്രസ് കൗൺസിലർക്കെതിരായ പീഡന പരാതി പ്രചാരണായുധമാക്കാൻ ഒരുങ്ങുകയാണ് LDFും NTAയും. ജനപ്രതിനിധികളുടെ തണലിലാണ് ഇത്തരം നടപടി എന്നാണ് ആരോപണം. മനുഷ്യരെന്ന നിലയിൽ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി NMR റസാഖ് പ്രതികരിച്ചു. പാലക്കാട് മണ്ഡലത്തിൽ ഒരു മാങ്കൂട്ടത്തിലല്ല പല മാങ്കൂട്ടങ്ങൾ ഉണ്ടതിന്റെ തെളിവാണിതെന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ വിമർശനം. കുറ്റക്കാർക്കെതിരെ ഏതറ്റം വരെയും പോകും. പ്രക്ഷോഭത്തിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നാണ് ശോഭാ സുരേന്ദ്രന്റെ ആവശ്യം. നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ കുറ്റക്കാരൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. പാലക്കാട് SP നേരിട്ട് കാണുമെന്നും അറസ്റ്റ് വൈകിയാൽ സമരം ചെയ്യുമെന്നും ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. എന്തായാലും ഈ സംഭവം വളരെയധികം വിവാദമാവുകയാണ്. ഈ ഒരു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു ആരോപണം അത് കോൺഗ്രസിനെ ഇങ്ങനത്തുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ അലട്ടുകയാണ്. പ്രത്യേകിച്ച് ഒരു MLA, അതിന് പിന്നാലെ ഒരു കൗൺസിലർ ഇത്തരത്തിലൊരു ആരോപണത്തിൽ കുടുങ്ങുന്നു. അതും പാലക്കാട് നിന്ന് തന്നെ. പാലക്കാട് നമുക്കറിയാം വലിയൊരു ഭൂരിപക്ഷത്തോടെയാണ് പാലക്കാട് കോൺഗ്രസ് സീറ്റ് സ്വന്തമാക്കിയത്. ആ ഒരു സീറ്റ് നിലനിർത്താൻ സാധിക്കുമോ, പിഷാരടിക്ക് അതിന് സാധിക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെ അവശേഷിക്കവെയാണ് ഇത്തരത്തിലൊരു ആരോപണം കൂടി കോൺഗ്രസിനെ വെട്ടിലാക്കി ഉയർന്നിരിക്കുന്നത്. അവിടെ ഈ ഒരു ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് BJPക്ക് കൂടുതൽ സഹായകമാകില്ലേ എന്ന ചോദ്യവും നിലവിൽ ഉയരുന്നുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ നമുക്കറിയാം പാലക്കാട് ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് LDF ഇറക്കിയിരിക്കുന്നതെന്ന് കോൺഗ്രസ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ദുർബലനായ സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തിയാൽ ശക്തരായ ശോഭാ സുരേന്ദ്രനും ശക്തരായ രമേശ് പിഷാരടിയും തമ്മിലുള്ള പോരാട്ടം കടുക്കും. അപ്പോൾ ആ പോരാട്ടത്തിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നത് ചോദ്യമായി നിൽക്കുകയാണ്. അതിനിടയിൽ കോൺഗ്രസിനെ വീണ്ടും വിള്ളൽ ഏൽപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് സീറ്റ് നിലനിർത്താൻ കഴിയുമോ പാലക്കാട് എന്ന ആശങ്കയും ഉടലെടുത്തു കഴിഞ്ഞു.